നവകേരളം പുതുവഴികൾ എന്ന പിണറായി വിജയൻ അവതരിപ്പിച്ച നയരേഖയിലുള്ള ചർച്ച ഇപ്പോൾ CPM സംസ്ഥാന സമ്മേളനത്തിൽ 1 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉയർന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് വ്യവസായ നിക്ഷേപത്തെക്കുറിച്ച് പറയുമ്പോൾ സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് പറയുന്നു, സ്വകാര്യ നിക്ഷേപം വരുന്നതിനെക്കുറിച്ച് പറയുന്നു, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിനെ കുറിച്ച് പറയുന്നു, നിക്ഷേപം ഉയർന്നത് സംബന്ധിച്ച കണക്ക് വ്യവസായ മന്ത്രി അവതരിപ്പിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ പൊതുമേഖലയെ കൂടി നോക്കണം. പുതിയ നിക്ഷേപം, സ്വകാര്യ നിക്ഷേപം വന്നു, പുതിയ സ്റ്റാർട്ടപ്പുകൾ വന്നു, പുതിയ സ്വകാര്യ സംരംഭകരെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു എന്ന സമീപനം സ്വീകരിക്കുമ്പോൾ പൊതുമേഖലയെ മറക്കുകയാണോ? പൊതുമേഖലയെ ശക്തിപ്പെടുത്തുന്ന തരത്തിലുള്ള വ്യവസായ നയം വേണം എന്നുകൂടി പ്രതിനിധികൾ അഭിപ്രായപ്പെടുന്നുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ പുതിയ നവകേരള സൃഷ്ടിക്ക് വേണ്ടി ഒരു പാരഡൈം ഷിഫ്റ്റ് വേണം എന്ന ഒരു തിരിച്ചറിവിലാണ് CPM. അതിന് അനുസൃതമായ നിലയിലുള്ള ഒരു രേഖയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ചിരിക്കുന്നത്. 6 ഭാഗങ്ങളുള്ള ഈ നയരേഖയുടെ 5ഉം 6ഉം ഭാഗങ്ങൾ വളരെ നിർണായകമാണ്. ഇതുവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു സർക്കാർ എന്നുള്ള നിലയിൽ നിന്ന് കൈക്കൊണ്ടുവന്നിരുന്ന നിലപാടുകളിലുള്ള ഒരു മാറ്റം, ഒരു പുതുക്കം ഇക്കാര്യത്തിലുണ്ട്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ സേവനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. വിവിധ സേവനങ്ങൾക്ക് കാലോചിതമായി അതിൻ്റെ ഫീസ് വർദ്ധിപ്പിക്കണമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ എല്ലാ ജനങ്ങളും, അതായത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അവരുടെ വരുമാന വ്യത്യാസമില്ലാതെ സർക്കാർ സേവനങ്ങൾക്ക് ഒരേ ഫീസാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് മാറ്റി ഫീസ് കൊടുക്കാൻ പ്രാപ്തരായ ജനവിഭാഗങ്ങൾ കൂടുതൽ ഫീസ് കൊടുക്കണം. സർക്കാരിൻ്റെ സൗജന്യമായ സമീപനങ്ങൾ ഏറ്റവും പാവപ്പെട്ടവരിലേക്ക് അല്ലെങ്കിൽ ആവശ്യമുള്ള ആളുകളിലേക്ക് എന്ന നിലയിലുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ പുതിയ രേഖയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് സർക്കാർ സേവനങ്ങളുടെ ഫീസ് ഉയരും, സെസ്സുകൾ ഉയരും, വിവിധ യൂസർ ഫീകൾ ഏർപ്പെടുത്തും. ടോൾ, നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ടോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡുകളിൽ ടോൾ ഏർപ്പെടുത്തുന്ന കാര്യം, ഇങ്ങനെയുള്ള വിവിധ തരത്തിൽ ധനസമാഹരണത്തിന്, വിഭവ സമാഹരണത്തിനുള്ള മാർഗങ്ങൾ ആരായുന്നു. അതേപോലെ തന്നെയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യവും. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് പൊതു സ്വകാര്യ പങ്കാളിത്തം എന്നുള്ള നിലയിൽ സ്വകാര്യ സംരംഭകരെ കൂടി ഉൾച്ചേർത്തുകൊണ്ട് ആ നഷ്ടത്തിലാവുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുക എന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. നഷ്ടത്തിൽ നമുക്ക് ഒരു തരത്തിലും സർക്കാരിന് നടപ്പാക്കാൻ പറ്റാത്ത, അതല്ലെങ്കിൽ സർക്കാരിന് മെച്ചപ്പെടുത്താൻ കഴിയാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ പങ്കാളികളെ കൂടി ഉൾപ്പെടുത്തി അത് മെച്ചപ്പെടുത്തുക എന്ന സമീപനമാണ്. അപ്പോൾ